ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ലഞ്ച് ബോക്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയുടെ എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് ലഞ്ച് ബോക്സ് തയ്യാറാക്കിയാലോ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയുടെ ഇല, സവാള, ക്യാരറ്റ്, മുട്ട, പൊട്ടറ്റോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാം. നന്നായി ചൂടായി തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതോടുകൂടി തന്നെ ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതോടുകൂടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കുട്ടികൾക്കാണെങ്കിൽ കുറവിടാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് വിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞു. അതോടുകൂടി നമ്മൾ ക്യാരറ്റും ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടറ്റോ ക്യാരറ്റൊക്കെ വെന്തു. ഈ സമയത്ത് നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇല ഒന്ന് വാടി തുടങ്ങി. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാൻ ചോറിൽ ഉപ്പിടാൻ്റെയാണ് വറുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിടാവുന്നതാണ്. ഇപ്പോൾ മുരിങ്ങയുടെ ഇല നന്നായിട്ട് വാടി ഉപ്പൊക്കെ പിടിച്ചു. ആ സമയത്ത് നമുക്ക് മുട്ട ഒഴിക്കാം. അപ്പോൾ മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞു. ഈ സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ചോറ്, എത്രയോ ആവശ്യമുള്ള ചോറാണെങ്കിൽ അത്ര ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ സ്പെഷ്യൽ ലഞ്ച് ബോക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിൽ വയ്ക്കേണ്ട ചോറ് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറായി കഴിഞ്ഞു. ഞാനത് ലഞ്ച് ബോക്സിലാക്കി കാണിക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം മുരിങ്ങയില കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മുരിങ്ങയില ഇങ്ങനെ കിടന്ന് കാണുകയാണെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ കുട്ടികളില്ലാത്തതാണ് ഞങ്ങൾ ചെയ്താണ്. അവർ തീരെ അറിയില്ല. നമ്മളതൊന്ന് ചെറുതായി, ഇപ്പോൾ ക്യാരറ്റോ കരിഞ്ഞില്ല, അതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടിടുകയാണെങ്കിൽ ഈ ഇല ഇങ്ങനെ പോലെ കിടക്കണ പോലും കാണില്ല. ഒരു പച്ച കളർ മാത്രമേ കാണുള്ളൂ. ഇതിന് പകരം ചീര ഇടാം, പാലക്ക്, ഇതൊക്കെ ഇതുപോലെ നമുക്ക് ഇപ്പോൾ മുരിങ്ങയില ഇട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.